ഹലോ മക്കളെ, അപ്പൊ നമ്മള് ജനറ്റിക്സ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ചാപ്റ്ററിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്? DNA സ്ട്രക്ചർ പഠിച്ചു, RNA സ്ട്രക്ചർ പഠിച്ചു, ക്രോമസോംസിനെ പറ്റി പഠിച്ചു അല്ലെ. 44+X6 44+XY എന്ന് പറഞ്ഞ സെക്സ് ഡിറ്റർമിനേഷൻ അല്ലെ, സെക്സ് ക്രോമസോംസും സൊമാറ്റിക് ക്രോമസോംസ് ഒക്കെ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പ്രോട്ടീൻ സിന്തസിസിനെ പറ്റിയിട്ടാണ്. എന്താ പ്രോട്ടീൻ സിന്തസിസ്? എന്താ മക്കളെ പ്രോട്ടീൻ സിന്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പ്രോട്ടീൻസിനെ സിന്തസൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻസ് ഫോം ചെയ്യുക. എങ്ങനെയാ പ്രോട്ടീൻസ് ഫോം ചെയ്യുന്നതെന്ന് ചെറിയൊരു ഹിന്റ് നമ്മൾ ലാസ്റ്റ് സെഷനിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലെ. RNA ഹെൽപ്പ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു അല്ലെ. DNA അകത്ത് ഉള്ള ഫങ്ഷൻസ് ഉണ്ട്, പ്ലസ് RNA പ്രോട്ടീൻ സിന്തസിസിനെ ഹെൽപ്പ് ചെയ്യേണ്ടത് പഠിച്ചു. ആൻഡ് പ്രോട്ടീൻസ് ഉണ്ടാക്കാൻ എന്താ വേണ്ടത്? നമ്മളിത് 9th പഠിച്ചിട്ടുണ്ട്. പ്രോട്ടീൻ ഉണ്ടാക്കാൻ കുറച്ച് സബ് യൂണിറ്റുകൾ വേണമല്ലോ, അല്ലെങ്കിൽ കുറച്ച് വേറൊരു സാധനം ചേർന്നിട്ടല്ലേ പ്രോട്ടീൻ ഉണ്ടാവുക. അതേതായിരുന്നു? നമ്മള് പലവട്ടായിട്ട് ലാസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ട്. കുറേ അമിനോ ആസിഡ്സ് കൂടി ചേർന്നിട്ടാണ് എന്ത് ഫോം ചെയ്യാന്ന്? ഈ പറയണ പ്രോട്ടീൻസ് ഫോം ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. നമ്മൾ കഴിക്കണ പ്രോട്ടീൻ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? അമിനോ ആസിഡ് കിട്ടും അല്ലെ. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അമിനോ ആസിഡ്സ് ചേർന്നിട്ടാണ് പ്രോട്ടീൻ ഉണ്ടാവുക. പ്രോട്ടീൻ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അമിനോ ആസിഡ്സും കിട്ടും. സോ എങ്ങനെയാണ് പ്രോട്ടീൻ സിന്തസിസ് എന്നുള്ളൊരു പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കാണുമ്പോൾ ഭയങ്കര കൺഫ്യൂഷനൊക്കെ തോന്നുന്ന പോലത്തെ ഒരു പിക്ചറാണ്, പക്ഷെ വളരെ 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 സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ മിസ്സിൻ്റെ കൂടെ തന്നെ നിങ്ങളും ഈ ഒരു പ്രോട്ടീൻ സിന്തസിസ് നന്നായിട്ട് ഫോളോ ചെയ്യുക കേട്ടോ. ഇവിടെ 2 ടേംസ് കൊടുത്തിട്ടുണ്ട്. ട്രാൻസ്ക്രിപ്ഷനും കൊടുത്തിട്ടുണ്ട്, ട്രാൻസ്ലേഷനും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ, ഈ 2 വേർഡ്സ് പ്രോട്ടീൻ സിന്തസിസിന്റെ 2 സ്റ്റേജസ് ആണ്. ഓക്കെ, 2 സ്റ്റേജസ് ആയിട്ട് പ്രോട്ടീൻ സിന്തസിസ് അക്കർ ചെയ്യണത്. ഫസ്റ്റ് വൺ ഇസ് ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ദ അതർ വൺ ഇസ് ട്രാൻസ്ലേഷൻ. ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇതൊരു സെല്ലിലെ ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസിനുള്ളിൽ എന്താ ഉണ്ടാവുക? DNA ഉണ്ടല്ലോ, അവിടെ DNA ഉണ്ട്. ഓക്കെ, ദിസ് വൺ ഇസ് DNA. സോ ന്യൂക്ലിയസിനുള്ളിൽ DNAs ഉണ്ട്. ഇവിടെ നമ്മൾ ഔട്ട്സൈഡ് ന്യൂക്ലിയസ് നടക്കുന്ന കാര്യമാണ് അല്ലേ ഇത്. ഔട്ട്സൈഡ് ന്യൂക്ലിയസിൽ സൈറ്റോപ്ലാസത്തിൽ എന്തുണ്ട്? റൈബോസോം ഉണ്ട്. റൈബോസോമിൻ്റെ അകത്ത് റൈബോസോമൽ RNA ഒക്കെ ഉണ്ട്. ഓക്കെ, ദിസ് ഇസ് റൈബോസോം. ഓക്കെ, ദിസ് ഇസ് റൈബോസോം ആൻഡ് ദിസ് ഇസ് ന്യൂക്ലിയസ്. ഓക്കെ, സോ ന്യൂക്ലിയസിനുള്ളിൽ DNA ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ നിങ്ങൾ കാണുന്നുണ്ട് ഈ 2 സ്റ്റേജസ് പഠിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് ഡിസ്ക്രിപ്ഷനും കൂടെ ഉണ്ട്. ഞാനത് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ട്രാൻസ്ക്രിപ്ഷൻ ഉണ്ട്, ട്രാൻസ്ലേഷൻ ഉണ്ട്. സോ നമ്മൾ ഇവിടെ എന്താ എഴുതിയിട്ടുള്ളത്? എന്താ ട്രാൻസ്ക്രിപ്ഷൻ, എന്താ ട്രാൻസ്ലേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണ് ട്രാൻസ്ക്രിപ്ഷൻ? mRNA. What is mRNA? That is messenger RNA. Messenger RNA. mRNA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that is messenger RNA. So mRNA is formed from a specific nucleotide sequence. അതായത് DNAയിലുള്ള ജീൻ അല്ലെ, ജീൻ ഇൻ DNA with the help of various enzymes. അപ്പോൾ കുറേ എൻസൈംസിൻ്റെ ഒരു ആക്ഷൻ ഉണ്ട് പ്രോട്ടീൻ സിന്തസിസ്. ഓക്കെ, അപ്പം കുറേ എൻസൈംസിൻ്റെ പേരൊന്നും നമുക്ക് പഠിക്കാനില്ല. കുറേ എൻസൈംസിൻ്റെ ഹെൽപ്പോട് കൂടി എന്ത് ഫോം ചെയ്യും? mRNA is formed from a specific nucleotide sequence in DNA with the help of various enzymes. അപ്പോൾ ഇവിടെ നിന്ന് DNA-ന്നകത്തുനിന്ന് കുറേ എൻസൈംസിൻ്റെ ഒരു ആക്ഷനായിട്ട് അവിടെ നിന്ന് ഒരു കുട്ടി ഫോം ചെയ്യുന്നുണ്ട് അല്ലേ. കുട്ടി എന്താ ഫോം ചെയ്യണത്? DNA-ന്നകത്തുനിന്ന് എന്താ ഫോം ചെയ്യണത്? RNA. അതും എങ്ങനത്തെ RNA? mRNA ഫോം ചെയ്യും. DNA-ന്നകത്തുനിന്ന് ആരാ ഫോം ചെയ്യണത്? mRNA. അതാണ് ഈ പറയണ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന സ്റ്റേജ്, ട്രാൻസ്ക്രിപ്ഷൻ. So what is transcription? mRNA is formed from a specific nucleotide sequence in DNA with the help of various enzymes. The mRNA contain messages for protein synthesis. ഈ mRNA-ൻ്റെ അകത്താണ് പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യണം എന്ന് പറയുന്ന മെസ്സേജ് അല്ലെ.
ന്യൂക്ലിയസിനുള്ളിൽ നിന്നാണ് എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ ഉള്ള ഡയറക്ഷൻസ് കിട്ടണത്. അതുപോലെ mRNA-ക്കകത്ത് എന്താ ഉള്ളത്? mRNA contain messages for protein synthesis. പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യാനുള്ള മെസ്സേജാണ്. അതുകൊണ്ടാണ് ഇതിനെ മെസ്സഞ്ചർ RNA എന്ന് വിളിക്കണത് അല്ലെ. മെസ്സേജ് പാസ് ചെയ്യാണ്, ദാറ്റ് ഈസ് മെസ്സഞ്ചർ RNA. ഓക്കെ, ദെൻ നോക്കൂ, രണ്ടാമത്തെ സ്റ്റേജ് ആണ് ദാറ്റ് ഈസ് ട്രാൻസ്ലേഷൻ. എന്താണ് ട്രാൻസ്ലേഷൻ? ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വേറൊരു ടൈപ്പ് ഓഫ് RNA. നേരത്തെ നമ്മൾ mRNA കണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ളത് tRNA ആണ്. tRNA or transfer RNA. ഈ tRNA carries specific amino acids to the ribosome based on message in the mRNA that has reached the ribosome from the nucleus. mRNA എന്ത് ചെയ്യും, അല്ല tRNA എന്ത് ചെയ്യും? Specific amino acids to the ribosome based on message in the mRNA that has reached the ribosome from the nucleus. tRNA എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ RNA ആണ്. അപ്പൊ tRNA നിങ്ങൾ കണ്ടോ, ഈ tRNA വേഗത്തില് ഇതാണ് അമിനോ ആസിഡ്സ്. ഇങ്ങനെ കുറേ അമിനോ ആസിഡ്സിനെ ഇങ്ങനെ ചേർത്ത് കുറേ അമിനോ ആസിഡ്സ് ചേർന്ന് നമുക്ക് എന്ത് കിട്ടണം? നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോണത്? പ്രോട്ടീനാണ്. അപ്പൊ കുറേ അമിനോ ആസിഡ്സിന് വേണ്ടേ? ഈ tRNA എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ എല്ലായിടത്തും പോയിട്ട് എന്ത് കൊണ്ടുവരും? tRNA എന്ത് ചെയ്യും? എല്ലായിടത്തും പോയിട്ട് പ്രോട്ടീൻ എടുത്തിട്ട് വരും. അമിനോ ആസിഡ്സിനെ എടുത്തിട്ട് റൈബോസോമിന്റെ അടുത്തേക്ക് കൊണ്ടുവരും. ഓക്കെ, അപ്പൊ ഈ ഡയറക്ഷനിൽ എന്ത് ചെയ്യും? ഇവിടെ എന്താ ക്യാരി ചെയ്തിട്ട് tRNA എന്ത് ചെയ്യും? റൈബോസോമിന്റെ അടുത്തേക്ക് വരും. സോ ട്രാൻസ്ലേഷൻ നോക്കിയേ, tRNA, that is transfer RNA, carries specific amino acids to the ribosome based on the message in the mRNA that has reached the ribosome from the nucleus. ന്യൂക്ലിയസിൽ ഫോം ചെയ്തിട്ടുള്ള mRNA-യുടെ മെസ്സേജ് കാരണം tRNA പോയിട്ട് നമുക്ക് വേണ്ട അമിനോ ആസിഡ്സ് ഉണ്ട്. ചില അമിനോ ആസിഡ്സ് തോന്നിയ പോലെ അമിനോ ആസിഡ്സ് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടീൻ കിട്ടത്തില്ല. വേണ്ട അമിനോ ആസിഡ്സ് ഒരു ഓർഡറിൽ ചേർത്ത് വെച്ചാലേ നമുക്ക് വേണ്ട പ്രോട്ടീൻ കിട്ടത്തുള്ളൂ. സോ അതുപോലെ tRNA ഈ അമിനോ ആസിഡ്സിനെയൊക്കെ, സ്പെസിഫിക് ആയിട്ടുള്ള അമിനോ ആസിഡ്സിനെയൊക്കെ ക്യാരി ചെയ്തിട്ട് വരും rRNA. അടുത്ത ടൈപ്പ് ഓഫ് RNA ആണ്, ദാറ്റ് ഈസ് rRNA അല്ലെങ്കിൽ റൈബോസോമൽ RNA. rRNA or ribosomal RNA, which are part of ribosomes, combine amino acids to make protein. Ribosomal RNA എന്ത് ചെയ്യും? ഇതാണ് റൈബോസോമൽ RNA ഈ കിട്ടിയിട്ടുള്ള സ്പെസിഫിക് അമിനോ ആസിഡ്സിനെ ഒരു സ്പെഷ്യൽ സീക്വൻസിൽ അറേഞ്ച് ചെയ്തിട്ട് നോക്കൂ, rRNA which are part of ribosome combine amino acids to make protein. ഈ കിട്ടിയിട്ടുള്ള അമിനോ ആസിഡ്സിനെ ഒക്കെ കമ്പൈൻ ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും? പ്രോട്ടീൻസ് ഫോം ചെയ്യും. സോ ദാറ്റ് ഈസ് അബൌട്ട് protein synthesis. Consists of 2 stages, transcription and translation. ഇതിനകത്ത് വരുന്ന RNAs ഏതൊക്കെ ടൈപ്പാണ്? mRNA ആണ്, മെസ്സഞ്ചർ RNA ആണ്, മെസ്സേജ് പാസ് ചെയ്യണത്. tRNA അല്ലെങ്കിൽ ട്രാൻസ്ഫർ RNA ആണ്. ഈ പറയുന്ന അമിനോ ആസിഡ്സിനെ എല്ലാം കമ്പൈൻ ചെയ്തിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള അമിനോ ആസിഡ്സിനെ കൊണ്ടുവരണത്. ആൻഡ് rRNA or ribosomal RNA ആണ് എന്ത് ചെയ്യുന്നത്? which are part of ribosome combine amino acids to make protein. Okay, so stages of protein synthesis ഏതൊക്കെയാണ്? ട്രാൻസ്ക്രിപ്ഷനും ഉണ്ട് ആൻഡ് സെക്കൻഡ് വൺ ഏതാണ്? ട്രാൻസ്ലേഷൻ. പ്രോസസ് ടേക്സ് പ്ലേസ് ഇൻ ദ ന്യൂക്ലിയസ്. ഏതാണ്? DNA-യിൽ നിന്നും സ്പെസിഫിക് ആയിട്ട് RNA ഫോം ചെയ്യുന്നുണ്ട് അല്ലെ, mRNA ഫോം ചെയ്യുന്നുണ്ട്. അതിനെ പറയുന്ന പേരെന്താണ്? ട്രാൻസ്ക്രിപ്ഷൻ എന്നല്ലേ നമ്മൾ പറഞ്ഞത്? യെസ്, ട്രാൻസ്ക്രിപ്ഷൻ. ആൻഡ് പ്രോസസ്സസ് ടേക്ക് പ്ലേസ് ഇൻ ദ സൈറ്റോപ്ലാസം എന്ന് പറയുന്നത് ഏതാണ്? ട്രാൻസ്ലേഷൻ ആണല്ലേ. rRNA ആണ് റൈബോസോം ഒക്കെ ഉള്ള ഈ ഒരു പാർട്ടിലേക്ക് അമിനോ ആസിഡ്സിനെ കൊണ്ടുവന്നിട്ട് പ്രോട്ടീൻസ് ഫോം ചെയ്യുന്നത്. അതിനെ പറയുന്ന പേരാണ് ട്രാൻസ്ലേഷൻ. സോ പ്രോസസ്സസ് ടേക്ക് പ്ലേസ് ഇൻ സൈറ്റോപ്ലാസം എന്ന് പറയുന്നത് ഏതാണ്? ട്രാൻസ്ലേഷൻ. ഓക്കെ, സോ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള സെയിം കണ്ടന്റ് തന്നെ ഇവിടെ ഒരു ഡയഗ്രാമായിട്ട് കൊടുത്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. mRNA, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് RNAs. ഫസ്റ്റ് നമ്മൾ mRNA എന്ന് പറഞ്ഞു. mRNA formed from a specific nucleotide sequence in DNA with the help of various enzymes contain messages for protein synthesis.
tRNA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ which carries specific amino acids to the ribosome based on message in the mRNA that has reached the ribosome from the nucleus. And rRNA or ribosomal RNA, the primary component of the ribosome, helps in the formation of bonds between amino acids. Amino acids in the bonds form ചെയ്തിട്ട് എന്ത് സംഭവിക്കും ഇവിടെ? പ്രോട്ടീൻ സിന്തസിസ് അല്ലേ? ഓക്കെ. സോ ഇനി നമ്മൾ വേറെ രീതിയിൽ, അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ളത് പ്രോട്ടീൻ സിന്തസിസിനെ പറ്റിയിട്ടായിരുന്നു. പ്രോട്ടീൻ സിന്തസിസ് കൺസിസ്റ്റ് ഓഫ് 2 സ്റ്റെപ്സ് അല്ലെ? ട്രാൻസ്ക്രിപ്ഷനും ഉണ്ട്, ട്രാൻസ്ലേഷനും ഉണ്ട്. അതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള RNAs, mRNA, tRNA, rRNA, 3 ടൈപ്പ് ഓഫ് മെസ്സഞ്ചർ RNA, ട്രാൻസ്ഫർ RNA ആൻഡ് റൈബോസോമൽ RNA. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഈ ഒരു പിക്ചർ കണ്ടോ അല്ലെ? ഇത് ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട്? പൂച്ചയും പൂച്ചക്കുട്ടികളും അല്ലെ? അങ്ങനെ പട്ടിക്കുട്ടികൾ. പുലിയാണോ? പുലിക്കുട്ടികൾ. സിംഹമാണോ? ഓക്കെ. സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ് ഇൻ ക്യാരക്ടറിസ്റ്റിക്സ്. Similarities and differences in characters. Some characteristics of parents are also found in their children. അല്ലേ? നമ്മുടെ പാരൻസിനെ പോലെയല്ലേ ഇരിക്കണേ? നമ്മുടെ പാരൻസിനെ പോലെ കൈയും കാലും തലയും ഒക്കെ ആയിട്ട് അല്ലെ? മനുഷ്യന്മാരുടെ പാരൻസിനെ പോലെയാണ് മനുഷ്യന്മാരുടെ കുട്ടികൾ ഇരിക്കണത്. പട്ടിക്കുട്ടികളുടെ പാരൻസിനെ പോലെയാണ് പട്ടിക്കുട്ടികളുടെ കുട്ടികൾ ഇരിക്കണം അല്ലെ? അതായത് പട്ടിക്കുട്ടികളുടെ കുട്ടികള് മനുഷ്യന്മാരെ പോലെയാണോ ഇരിക്കണേ? അല്ല. സോ some characteristics of parents are also found in their children. Isn't it also common to see certain characters in children which differ from their parents? അല്ലെ? എന്ന് വെച്ചിട്ട് ഞാൻ എൻ്റെ പാരൻസിനെ കറക്റ്റ് തന്നെയാണോ? അല്ല, ചെറിയ ഡിഫറൻസസ് ഒക്കെ ഉണ്ടാവും അല്ലെ? പക്ഷെ ഒരു കുറേയൊക്കെ എന്താ പറയുക, അവരെ പോലെ ഇരിക്കും, അവരുടെ കൈയും കാലും തലയൊക്കെ ഉണ്ടാവും. പക്ഷെ ഒത്തിരി ക്യാരക്ടേഴ്സ് ഡിഫറൻസസും ഉണ്ടാവും. സോ ഇവിടെ ഒരു ടേം നിങ്ങൾ പഠിക്കുകയാണ്, ദാറ്റ് ഈസ് ഹെറിഡിറ്റി. ഹെറിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല. ഹെറിഡിറ്റി refers to the transmission of characteristics from parents to their offsprings. എന്താ ഹെറിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഹെറിഡിറ്റി റെഫേഴ്സ് ടു ദി, ഇമ്പോർട്ടൻ്റ് ആണ് ഹെറിഡിറ്റി വേരിയേഷൻ ഒക്കെ കേട്ടോ. എന്താണെന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസിലൊക്കെ നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. സോ എൻ്റെ കൂടെ പഠിക്കുക. ഹെറിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഫേഴ്സ് ടു ദ ട്രാൻസ്മിഷൻ ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഫ്രം പാരൻസ് ടു ദെയർ ഓഫ് സ്പ്രിങ്സ്. അവരുടെ പാരൻസിൽ നിന്നും അവരുടെ കുട്ടികളിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന ക്യാരക്ടറിസ്റ്റിക്സ് അല്ലേ? പാരൻസിൻ്റെ അതേ ക്യാരക്ടറിസ്റ്റിക്സ് കുട്ടികളിലേക്കും വരുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹെറിഡിറ്ററി. ഹെറിഡിറ്റി എന്ന് പറയും. ഹെറിഡിറ്റി റെഫേഴ്സ് ടു ദ ട്രാൻസ്മിഷൻ ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഫ്രം പാരൻസ് to their offsprings. ഇനി ഒരു ടേം ഉണ്ട്, ദാറ്റ് ഈസ് വേരിയേഷൻസ്. ഹെറിഡിറ്റി എന്ന് പറഞ്ഞാൽ പാരൻസിൻ്റെ അടുത്ത് നിന്ന് കുട്ടിക്ക് കിട്ടുന്ന ക്യാരക്ടറിസ്റ്റിക്സ് അല്ലേ? വേരിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ നോക്കിക്കേ? വേരിയേഷൻസ് ആർ ക്യാരക്ടേഴ്സ് എക്സ്പ്രസ്ഡ് ഇൻ ഓഫ്സ്പ്രിങ്സ് ദാറ്റ് ഡിഫർ ഫ്രം ദെയർ പാരൻസ്. എന്താ പറഞ്ഞിട്ടുള്ളത്? പാരൻസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അങ്ങനെ തന്നെ കിട്ടുന്നതിനല്ല നമ്മൾ വേരിയേഷൻ എന്ന് പറയും. എന്താണ്? ഡിഫേഴ്സ് ഫ്രം പാരൻസ്. പാരൻസിന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ്. ദാറ്റ് ഈസ് വേരിയേഷൻസ് ആർ ക്യാരക്ടേഴ്സ് എക്സ്പ്രസ്ഡ് ഇൻ ഓഫ്സ്പ്രിങ്സ് ദാറ്റ് ഡിഫർ ഫ്രം ദെയർ പാരൻസ്. ജീൻസ് inherited from parents are responsible for both heredity and variations. അപ്പം ഹെറിഡിറ്റിക്കും വേരിയേഷൻസിൻ്റെ ഒക്കെ റീസൺ എന്താണ്? നമ്മുടെ പാരൻസിൻ്റെ അടുത്ത് നമുക്ക് കിട്ടുന്ന ജീൻസ് ആണ്. ജീൻസ് ഇൻഹെറിറ്റഡ് ഫ്രം parents are responsible for both heredity and variation. നമുക്ക് പാരൻസിൻ്റെ അതേ ക്യാരക്ടേഴ്സ് കിട്ടുന്നതും ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് കിട്ടുന്നത് എന്തിൻ്റെ ബേസിസിലാണ്? ഹെറിഡിറ്റിയുടെയും വേരിയേഷൻ്റെയും ബേസിസിലാണ്. ഓക്കെ. ഹെറിഡിറ്റി എന്ന് പറഞ്ഞാൽ സെയിം ആസ് ദാറ്റ് ഓഫ് പാരൻസ് അല്ലെ? വേരിയേഷൻ എന്ന് പറഞ്ഞാലോ ഡിഫറൻസസ് ഉണ്ടാവും. The historical path that led science to the discovery of genus pivotal അല്ലേ? ജീനിന്റെ ഡിസ്കവറി എന്ന് പറയുന്നത് നമ്മുടെ സയന്റിഫിക് വേൾഡിൽ ഭയങ്കര ഒരു എന്താ പറയുക, അത്രയും വലിയൊരു മൈൽ സ്റ്റോൺ ആയിരുന്നു കേട്ടോ. സോ ജെനറ്റിക്സ് ഇൻ ദ ഗാർഡൻ. നമ്മുടെ ഈ ജീൻ സ്റ്റഡീസ് എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഒരു ഗാർഡനിലാണ്. പിസൺ സെറ്റൈവം അല്ലെങ്കിൽ പയറ് ചെടിയിലൂടെ
പയറ് ചെടികളുടെ ഒരു ഗാർഡനിൽ നിന്നാണ് നമ്മൾ ഇന്ന് കണ്ടിട്ടുള്ള ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിസ്റ്റം ഒക്കെ വന്നിട്ടുള്ളതിൻ്റെ ഒരു ഉറവിടം അല്ലെങ്കിൽ ഒരു 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 സ്റ്റാർട്ടിങ് സ്റ്റേജ് എന്ന് പറയുന്നത് ജെനറ്റിക്സ് ഇൻ ദ ഗാർഡൻ ആണ്. ഓക്കെ, അതിന് പിന്നിലുള്ള വലിയൊരു വ്യക്തിയാണ് ആര്? ഗ്രിഗർ ജഹാൻ മെൻഡൽ. ഓക്കെ, ഗ്രിഗർ ജഹാൻ മെൻഡൽ. നമ്മൾ ഒന്നും സഞ്ചരിക്കാത്ത അല്ലെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് ചിന്തിക്കുക എന്ന് പറയുന്നത് എല്ലാത്തിനും ഒരു വലിയൊരു കാര്യമാണ് അല്ലെ, ഫസ്റ്റ് ടൈം. പിന്നെ ഒരാൾ ഒരു വട്ടം ഒരു തിങ്കിങ് പ്രോസസ്സ് കൊണ്ടുകഴിഞ്ഞാൽ അതിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നത്, പക്ഷെ ആദ്യമായിട്ട് ഒരാൾ ചിന്തിക്കുന്നത് തമ്മിൽ വലിയ ഡിഫറൻസ് ഉണ്ട് അല്ലെ. അപ്പൊ ഇത് ആദ്യമായിട്ട് ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരാളാണ്. ഈ ജെനറ്റിക്സിനെ പറ്റിയിട്ട് നമുക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് വന്നിട്ടുള്ള ഒരാളാണ് ഗ്രിഗർ ജഹാൻ മെൻഡൽ എന്ന് പറയുന്ന ആള്. സോ വി ആർ ഗോയിങ് ടു ലേൺ ജെനറ്റിക്സ് ഇൻ ദി ഗാർഡൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ് പഠിക്കുന്നത്. ജെനറ്റിക്സ് ഇസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ജീൻസ്, ഹെറിഡിറ്റി ആൻഡ് വേരിയേഷൻ. ജെനറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ജെനറ്റിക്സിൽ നമുക്ക് ജീനിനെ പറ്റി പഠിക്കണം, ഹെറിഡിറ്റിനെ പറ്റി പഠിക്കണം, വേരിയേഷനെ പറ്റി പഠിക്കണം. ഈ 3 ടേംസ് എൻ്റെ മക്കൾക്ക് അറിയാലോ. ഹെറിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? പാരൻസിന്റെ സ്വഭാവം വരുന്നത്. വേരിയേഷൻ എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത്. ജീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം. സോ ജെനറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെനറ്റിക്സ് ഇസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ജീൻസ്, ഹെറിഡിറ്റി ആൻഡ് വേരിയേഷൻ. ഗ്രിഗർ ജഹാൻ മെൻഡൽസ്. ഇനി അങ്ങോട്ട് നമ്മൾ ഇദ്ദേഹം ചെയ്തിട്ടുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ലേൺ ചെയ്യും. അപ്പം നിങ്ങളും എന്ത് ചെയ്യണം? അദ്ദേഹത്തിൻ്റെ അതേ ഇൻട്രസ്റ്റോട് കൂടി നിങ്ങളും പഠിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കണം. ഗ്രിഗർ ജൊഹാൻ മെൻഡൽസ് എക്സ്പെരിമെന്റ്സ് ഓൺ പീ പ്ലാന്റ്സ്. പീ പ്ലാന്റ്സിനെ പറയുന്നത് പയറു ചെടിയാണ് കേട്ടോ. പീ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ പയറു ചെടിയാണ്. പൈസൺ സെറ്റൈവ എന്ന് പറയുന്നു. എന്തുകൊണ്ടായിരിക്കും പയറു ചെടി എടുത്തിട്ടുള്ളത് എക്സ്പെരിമെന്റിനൊന്നും അറിയാമോ നിങ്ങൾക്ക്? പയറു ചെടി ആകുമ്പോൾ നമ്മുടെ തെങ്ങൊക്കെയാണ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, എക്സ്പെരിമെന്റിന് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തെങ്ങ് വലുതായി 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 ഒരു കൊലയൊക്കെ ഉണ്ടായി വരുമ്പോഴത്തേക്ക് ഒരു സമയമാവും. പിന്നെ ആ കൊലയുടെ മുകളിൽ ബാക്കി കാര്യങ്ങൾ ചെയ്ത് അടുത്തത് എങ്ങനെ നട്ട് അല്ലെ, എന്തോരം ടൈം പോവും. അപ്പൊ പയറു ചെടി ആകുമ്പോൾ പെട്ടെന്ന് തന്നെ വലുതാവും, പെട്ടെന്ന് തന്നെ അല്ലേ നമുക്ക് അതിന്റെ റിസൾട്ട്സ് പെട്ടെന്ന് കിട്ടും. അതിന്റെ അതിന്റെ ഔട്ട്കം നമുക്ക് പെട്ടെന്ന് കിട്ടും. സോ അത്രയും ലോജിക്കലിയാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്? പൈസൺ സെറ്റൈവം അല്ലെങ്കിൽ പീ പ്ലാന്റ്സിലാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്? എക്സ്പെരിമെന്റ്സ് നടത്തിയിട്ടുള്ളത്. And the conclusions he drew out of hybridization experiments laid the foundation for the field of genetics. അപ്പോൾ ഫീൽഡ് ഓഫ് ജെനറ്റിക്സിന്റെ ഒരു ഫൗണ്ടേഷൻ നമുക്ക് തന്നിട്ടുള്ളത് ആരാണ്? ഗ്രിഗർ ജൊഹാൻ മെൻഡൽ എന്ന് പറയുന്ന ആളാണ്. സോ therefore he is considered as the father of genetics. അപ്പൊ ആരാ ഫാദർ ഓഫ് ജെനറ്റിക്സ് എന്ന് ചോദിക്കും 1 മാർക്കിന്. എന്താ എഴുതുക? ഗ്രിഗർ ജൊഹാൻ മെൻഡൽ എന്ന് നിങ്ങൾ എഴുതണം കേട്ടോ. നല്ല മക്കളായിട്ട് എഴുതണം. ഗ്രിഗർ ജൊഹാൻ മെൻഡൽ is known as the father of genetics. അദ്ദേഹമാണ് ജെനറ്റിക്സിന്റെ ഫൗണ്ടേഷൻ എന്നുള്ള രീതിയിൽ ഒത്തിരി കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. സോ ഇതാണ് ഗ്രിഗർ ജൊഹാൻ മെൻഡൽ എന്ന് പറയുന്ന അദ്ദേഹം. ഓക്കെ, സോ അദ്ദേഹത്തിനെ പറ്റിയുള്ള ഒരു ബ്രീഫിംഗ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഗ്രിഗർ ജൊഹാൻ മെൻഡൽ was born on 20 July 1822 at Hyansis, a small village of northern Moravia, which is now known as Czech Republic. After joining the Augustinian monastery at Brno, he became a priest in 1847. Okay, clear അല്ലേ? ട്രാൻസ്ലേറ്റ് ചെയ്യണ്ടല്ലോ. Between 1851 and 1853, he attended the University of Vienna, where he studied physics, mathematics, and natural sciences, and learned statistical methods to analyze data scientifically. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ഒരു പ്രീസ്റ്റ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഹി ബിക്കെയിം എ പ്രീസ്റ്റ് ഇൻ 1847 ആണ്. 51ന്റെയും 53ന്റെ ഇടയിൽ യൂണിവേഴ്സിറ്റി ഓഫ് വിയന്നയിൽ അവിടെ പോയിട്ട് ഫിസിക്സ്, മാത്തമാറ്റിക്സ് ആൻഡ് നാച്ചുറൽ സയൻസസും പ്ലസ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ടു അനലൈസ് ഡാറ്റ സയന്റിഫിക്കലി, സയന്റിഫിക് ഡാറ്റ അനാലിസിസും അദ്ദേഹം പഠിക്കുകയുണ്ടായി. സോ in 1856, Mendel began to conduct hybridization experiments on pea plants. എന്താ കണ്ടക്ട് ചെയ്തത്? പീ പ്ലാന്റ്സിൻ്റെ അകത്ത് ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ്സ് ആണ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത് അല്ലെ. പീ പ്ലാന്റിന് അടുത്ത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മോണോ ഹൈബ്രിഡ് ക്രോസ്, ഡൈ ഹൈബ്രിഡ് ക്രോസ് ഒക്കെ പറഞ്ഞിട്ട് നെക്സ്റ്റ് സെഷനിൽ പഠിക്കും കേട്ടോ.
സോ എന്ത് കണ്ടക്ട് ചെയ്തു? ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ്സ് ഓൺ പീ പ്ലാന്റ്സ് ഓർ പൈസം സറ്റൈവം ഇൻ ദ ഗാർഡൻ ഓഫ് ഹിസ് മൊണാസ്ട്രി that focused on 7 specific characters such as the color of flower, shape of the seed, color of the pod, shape of the pod, height of the plant എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 7 ക്യാരക്ടേഴ്സ് അല്ലേ. ഹി ഫോക്കസ്ഡ് ഓൺ 7 സ്പെസിഫിക് ക്യാരക്ടേഴ്സ്. 7 ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. കളർ ഓഫ് ഫ്ലവർ, പൊസിഷൻ ഓഫ് ഫ്ലവർ അല്ലെ, ആക്സിയൽ ആണോ ടെർമിനൽ ആണോ എന്നൊക്കെ പറഞ്ഞാൽ ഈ പൂവ് എവിടെ ഇരിക്കണത്, പൂവിന്റെ കളർ എന്താണ്, ചെടിയുടെ ഹൈറ്റ് എന്താണ്, പോഡിന്റെ കളർ എന്താണ്, പോഡിന്റെ ഷേപ്പ് എന്താണ്, സീഡിന്റെ കളർ എന്താണ്, സീഡിന്റെ ഷേപ്പ് എന്താണ് എന്നൊക്കെ തുടങ്ങി ഈ 7 ഫീച്ചേഴ്സ് വെച്ചിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തു? സ്പെസിഫിക് ആയിട്ടുള്ള ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ്സ് പീ പ്ലാന്റ്സിൽ കണ്ടക്ട് ചെയ്തു അല്ലെ. ആ സമയത്തൊന്നും ആരും ഇതിനെപ്പറ്റി അങ്ങനെ ആലോചിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. Based on the analysis of the experimental result, he explained that a pair of factors controls each character and represented those factors using symbols. These factors are now known to be genes. അപ്പൊ നമ്മള് അന്ന് അദ്ദേഹം എന്തു പറഞ്ഞു? കുറച്ച് കൺട്രോൾസ്, there are a pair of factors എന്ന് പറഞ്ഞു. കുറച്ച് ഘടകം എന്ന് മാത്രം പറഞ്ഞു. പെയർ ഓഫ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ നിർത്തിയത് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ജീൻ എന്ന് പറയുന്ന ടേമിലാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കോൺട്രിബ്യൂഷൻ നിങ്ങൾ നോക്കിക്കേ. സോ ബേസ്ഡ് ഓൺ ദ അനാലിസിസ് ഓഫ് ദി എക്സ്പെരിമെന്റൽ റിസൾട്ട് ഹി എക്സ്പ്ലെയിൻ ദാറ്റ് എ പെയർ ഓഫ് ഫാക്ടേഴ്സ് കൺട്രോൾ ഈച്ച് ക്യാരക്ടർ. എല്ലാ ക്യാരക്ടറിനെയും കൺട്രോൾ ചെയ്യണ ഒരു പെയർ ഓഫ് ഫാക്ടേഴ്സ് ഉണ്ട്. ആ ഫാക്ടേഴ്സ് ആൻഡ് റെപ്രസെന്റഡ് ദീസ് ഫാക്ടേഴ്സ് യൂസിങ് സിമ്പിൾസ്. അദ്ദേഹം എന്ത് ചെയ്തു? ആ ഫാക്ടേഴ്സിന് കുറച്ച് സിമ്പിൾസ് വെച്ചിട്ട് യൂസ് ചെയ്തു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ സിമ്പിൾസ് എന്ന് പറയുമ്പോൾ എന്താ, ലെറ്റേഴ്സ് ഒക്കെ ആയിരിക്കും അല്ലെ. ടി എന്ന് പറയുമ്പോൾ ടോള്, സ്മോൾ ടി ആകുമ്പോൾ ചെറുത്, അങ്ങനെ മീനിങ്ങിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പെരിമെന്റ്സ് ഓരോന്ന് പഠിക്കുമ്പോൾ പഠിക്കാം കേട്ടോ. സോ ദീസ് ഫാക്ടേഴ്സ് യൂസിങ് സിമ്പിൾസ്, ആ ഫാക്ടേഴ്സിന് നമ്മൾ ഇപ്പൊ വിളിക്കുന്ന പേരാണ് ജീൻസ് എന്നാ പറയാം. Gregor Mendel's conclusions are known as the laws of inheritance. മെൻഡലിന്റെ കൺക്ലൂഷൻ എന്താ നമ്മൾ പറയാ? മെൻഡൽസ് ലോ ഓഫ് ഇൻഹെറിറ്റൻസ് ആണ് കേട്ടോ. മെൻഡൽസ് ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ്. These laws provide the fundamental genetic framework to understand heredity and variation. അപ്പൊ ഈ ലോയിൽ നിന്നാണ് നമ്മൾ എന്തൊക്കെ പഠിക്കണത്? ഹെറിഡിറ്റിയെ പറ്റിയും വേരിയേഷനെ പറ്റിയൊക്കെ പഠിക്കണത് ഈ മെന്റലിന്റെ ലോസ് ഓഫ് ഇൻഹെറിറ്റൻസിൽ നിന്നും ആണ്. In 1865, he presented his findings in the Natural History Society at Brno. The following year, he published a thesis titled Experiments on Plant Hybridization. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? ഫോളോയിങ് ഇയർ, അതായത് 1866 എന്ത് ചെയ്തു? ഒരു തീസിസ് ടൈറ്റിൽഡ് എക്സ്പെരിമെന്റ്സ് ഓൺ പ്ലാന്റ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്ന ഒരു തീസിസ് ഒക്കെ പബ്ലിഷ് ചെയ്തു. പക്ഷേ the scientific community of that time largely ignored Mendel's discoveries. എന്ത് ചെയ്തു? മെന്റല് ഒത്തിരി സ്ട്രഗിൾ ചെയ്ത് ഒത്തിരി പ്ലാന്റിലൊക്കെ ഒത്തിരി എക്സ്പെരിമെന്റ് ഒക്കെ നടത്തിയ കൺക്ലൂഷൻസ് അല്ലെ, ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്നൊക്കെ പറഞ്ഞ സംഭവം, എക്സ്പെരിമെന്റ്സ് ഓൺ പ്ലാന്റ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞിട്ടൊരു തീസിസ് ഒക്കെ പബ്ലിഷ് ചെയ്തപ്പോ അന്നത്തെ സയന്റിഫിക് കമ്മ്യൂണിറ്റി അല്ലെ, ഇന്നത്തെ അല്ല, അന്ന് ഇതിനെപ്പറ്റിയൊന്നും വലിയൊരു റിസർച്ചും കാര്യങ്ങളൊന്നും നടക്കാത്ത സമയത്ത് അവർ എന്ത് ചെയ്തു? അതിനെ റിജക്ട് ചെയ്തു. ഓക്കെ. Gregor Mendel passed away in 1884. 1884 എന്ത് ചെയ്തു? അത് 1866 കാര്യം പറഞ്ഞത്. 1884 എന്ത് ചെയ്തു? Gregor Mendel passed away. In 1916 years after his death, botanists Hugo de Vries, Carl Correns and Erich von Schermag recognized the significance of Mendel's research. അപ്പൊ നിങ്ങൾ ഈ പേരുകൾ വളരെ നല്ല രീതിയിൽ എന്ത് ചെയ്യണം? ഓർത്തു വെക്കണം. ആരാണ്? അദ്ദേഹം മരിച്ച 16 years കഴിഞ്ഞതിന് ശേഷമാണ് ആര് വരുന്നത്? ബൊട്ടാണിസ്റ്റുകളായിട്ടുള്ള ഹ്യൂഗോ ഡെ വ്രീസ്, കാൾ കോറൻസ് ആൻഡ് എറിക് വോൺ ഷർമാക്. ഹ്യൂഗോ ഡെ വ്രീസ്,
കാൾ കോറൻസ് ആൻഡ് എറിക് വോൺ ഷെർമാർക്ക് recognize the significance of Mendel's research. അല്ലെ, അദ്ദേഹം മരിച്ചു പോയതിനു ശേഷമാണ് അദ്ദേഹത്തിന്റെ വർക്ക് ഇത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇതിന് ഇത്രയും ഒരു മൂല്യമുള്ള ഒരു വർക്കാണ് ഇദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കുന്നത്, സയന്റിഫിക് സൊസൈറ്റി മനസ്സിലാക്കുന്നത്. With this, Mendel's findings were accepted as the foundation of the science of genetics. അപ്പോൾ ഇവരത് ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് ഇതിലേക്ക് കൂടുതൽ ആൾക്കാർ ഇൻട്രസ്റ്റ് കാണിച്ച് ഇതിനെപ്പറ്റി മനസ്സിലാക്കിയപ്പോഴാണ് മനസ്സിലാവുന്നത് ഇതൊക്കെ ജെനറ്റിക്സ് എന്ന് പറയുന്ന ഒരു സംഭവത്തിന്റെ ഫൗണ്ടേഷൻ ആയിട്ട് മാറുകയാണ് പിന്നെ. So, genetics has grown into the most extensive branch of science through numerous contributions of various scientists. അപ്പം ജെനറ്റിക്സ് വലിയൊരു ബ്രാഞ്ച് ആയിട്ട് ഇപ്പം എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രോ ചെയ്തിട്ടുണ്ട്. അപ്പം ജീൻസ്, ഹെറിഡിറ്റി, വേരിയേഷൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യണ സയൻസിലൊരു ബ്രാഞ്ചിനെയാണ് നമ്മൾ എന്ത് വിളിക്കണത്, ജെനറ്റിക്സ് എന്ന് വിളിക്കണത്. ആൻഡ് ഇതാണ് ഹ്യൂഗോ ഡി വ്രീസ്, കാൾ കോറൻസ്, എറിക് വോൺ ഷെർമാർക്ക്. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു സെഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. വളരെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. കുറച്ച് കാര്യങ്ങൾ തന്നെ വലിയ കാര്യങ്ങളാണ് പഠിച്ചിട്ടുള്ളത്, അല്ലേ? കുറച്ച് കാര്യങ്ങളാണ്, പക്ഷെ വലിയ കാര്യങ്ങളാണ് പഠിച്ചിട്ടുള്ളത്. ഫസ്റ്റ് നമ്മൾ പ്രോട്ടീൻ സിന്തസിസിനെ പറ്റി പറഞ്ഞു. 2 സ്റ്റേജസിലാണ് പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നത്, ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും, അല്ലേ? ട്രാൻസ്ക്രിപ്ഷനിൽ എന്താ നടക്കണത്, mRNA ഫോം ചെയ്യും. അവിടെ നിന്ന് എന്ത് ചെയ്യും, mRNAയിലാണ് പ്രോട്ടീൻ സിന്തസിസിന്റെ മെസ്സേജസ് ഉള്ളത്. ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ tRNA സ്പെസിഫിക് അമിനോ ആസിഡ്സിന്റെ റൈബോസോമില് mRNA കൊടുത്ത മെസ്സേജസിനനുസരിച്ച് ട്രാൻസ്ഫർ ചെയ്യും. rRNA ഉണ്ടാവും, അത് റൈബോസോമിന്റെ പാർട്ടായിരിക്കും. അത് കുറെ അമിനോ ആസിഡ്സിനെ കമ്പൈൻ ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും, പ്രോട്ടീൻസ്, അല്ലെ? ഇതൊക്കെ അമിനോ ആസിഡ്സ് ആണ്. ഈ അമിനോ ആസിഡ്സിനെ എങ്ങനെ കമ്പൈൻ ചെയ്ത് എന്ത് ഫോം ചെയ്യും, എന്താ ഫോം ചെയ്യുന്നത്, പ്രോട്ടീൻ ഫോം ചെയ്യും. ഇതാണ് 2 സ്റ്റേജസ് ആണ്, ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും. എന്തില്, പ്രോട്ടീൻ സിന്തസിസിൽ. അപ്പൊ അതിൽ ന്യൂക്ലിയസിൽ നടക്കുന്നത് ട്രാൻസ്ക്രിപ്ഷൻ ആണ്, സൈറ്റോപ്ലാസ്റ്റിലാണ് ട്രാൻസ്ലേഷൻ നടക്കുന്നത്. നിങ്ങളിവിടെ mRNA, tRNA, rRNA എന്നുള്ള ടേംസ് ഓർക്കുക. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, വാട്ട് ഈസ് ഹെറിഡിറ്റി ആൻഡ് വാട്ട് ഈസ് വേരിയേഷൻ എന്ന് പഠിച്ചു. ഹെറിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ട്രാൻസ്മിഷൻ ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഫ്രം പാരൻസ് ടു ദെയർ ഓഫ് സ്പ്രിങ്സ്. പാരൻസിൽ നിന്നും ഓഫ് സ്പ്രിങ്സിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ക്യാരക്ടറിസ്റ്റിക്സിനെ നമ്മൾ ഹെറിഡിറ്റി എന്ന് വിളിച്ചു. വേരിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ എക്സ്പ്രസ്ഡ് ഇൻ ഓഫ് സ്പ്രിങ്സ് ദാറ്റ് ഡിഫർ ഫ്രം ദെയർ പാരൻസ്, അല്ലെ? പാരൻസിൽ നിന്ന് ഡിഫർ ചെയ്യണ ക്യാരക്ടേഴ്സ് എന്താണോ അതിനെയാണ് നമ്മൾ വേരിയേഷൻ എന്ന് വിളിക്കണത്. പിന്നെ നമ്മൾ ഫാദർ ഓഫ് ജെനറ്റിക്സ് ആയിട്ടുള്ള ഗ്രിഗർ ജൊഹാൻ മെന്റലിന്റെ കഥയായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്, അല്ലെ? അദ്ദേഹത്തിന് അദ്ദേഹം ഒത്തിരി പീ പ്ലാന്റ്, പൈസൺ സെറ്റൈവ് എന്ന് പറയുന്ന പ്ലാന്റില് സ്റ്റഡീസ് ഒക്കെ നടത്തിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം ഫാക്ടർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഒക്കെ കൊണ്ടുവന്നു. പക്ഷേ സയന്റിഫിക് കമ്മ്യൂണിറ്റി എന്ത് ചെയ്തു, റിജക്ട് ചെയ്തു. ആഫ്റ്റർ ഹിസ് ഡെത്ത് ആരൊക്കെ, ഹ്യൂഗോ ഡി വ്രീസ്, കാൾ കോറൻസ് ആൻഡ് എറിക് വോൺ ഷെർമാർക്ക് എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ ഫൈൻഡിങ്സ് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉള്ളതാണെന്ന് മനസ്സിലാക്കുകയും ബാക്കി കാര്യങ്ങൾ, അല്ലെ, ആ ഒരു ജെനറ്റിക്സ് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് തന്നെ വലിയ രീതിയിൽ ഗ്രോ ചെയ്യാനൊക്കെ തുടങ്ങി. സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു സെഷനിൽ പഠിക്കാനുള്ളത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് അടുത്ത സെഷനിൽ പഠിക്കാവുന്നതാണ്. താങ്ക് യു.